വ്യാജലഹരി കേസിൽ പ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു. ഒന്നാം പ്രതിയായ നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്ന് പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഷീല സണ്ണിയുടെ സ്കൂട്ടർ വാങ്ങിയ ശേഷമാണ് സ്കൂട്ടറിലും ബാഗിലും മയക്കുമരുന്ന് വെച്ചത്. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം അപവാദവും പ്രചരിപ്പിച്ചെന്ന സംശയമാണ് ഷീലയോട് ശത്രുത വരാൻ കാരണം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിനാണ് ലിവിയ ജോസിനെ അറസ്റ്റ് ചെയ്തത്. ദുബൈയിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരിയായ ലിവിയ സഹോദരിയുടെ ഭർത്തൃമാതാവ് ഷീല സണ്ണിയെ കൊടുക്കാൻ വ്യാജ ലഹരി കേസിൽ പ്രതിയാക്കുകയായിരുന്നു. ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചപ്പോൾ ദുബൈയിലേക്ക് പോയി. മുംബൈയിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് ലിവിയയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തത്. 2023 മാർച്ച് 27 കേസിനാസ്പദമായ സംഭവം നടന്നത്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് LSD സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന 160 ഗ്രാം വസ്തുക്കളാണ് എക്സൈസ് പിടിച്ചെടുത്തത്. തുടർന്ന് ഇവർ 77 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഷീലയിൽ നിന്ന് ലഭിച്ച വസ്തുക്കളുടെ രാസപരിശോധനാ ഫലത്തിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ ഹൈക്കോടതി കേസ് റദ്ദാക്കി. ഷീല സണ്ണിയും ലിവിയയുമായി കുടുംബ തർക്കങ്ങളുണ്ടായിരുന്നു. ഷീലയെ കൊടുക്കാൻ ലിവിയ സുഹൃത്തായ നാരായണദാസിന്റെ സഹായം തേടുകയായിരുന്നു. മുഖ്യപ്രതി തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി MN നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ പിടികൂടിയിരുന്നു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS, തൃശൂർ റൂറൽ പോലീസ് ജില്ലാ മേധാവി B കൃഷ്ണകുമാർ IPS, കൊടുങ്ങല്ലൂർ DYSP VK രാജു, മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ, വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ, അഴീക്കോട് കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സജീവ് വർഗീസ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ASI ജിനി, കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം സീനിയർ CPO മിഥുൻ R കൃഷ്ണ, സബ് ഇൻസ്പെക്ടർ ലാൽസൻ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ SI ജലീൽ, റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് SIമാരായ പ്രദീപ്, സതീശൻ, CPO നിശാന്ത്, ASI ബിനു, സീനിയർ CPO വിനോദ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.